അപ്പോൾ എൻ്റെ മകൻ്റെ കട്ട്ലൈറ്റ് റെസിപ്പി നോക്കിയാലോ. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടു, എണ്ണ ഒഴിച്ചു കേട്ടോ ആദ്യം. എന്നിട്ട് അതിൽ പച്ചമുളക് ഇട്ടു, പിന്നെ നല്ല സവാള അങ്ങോട്ട് തട്ടിക്കൊടുത്തു. ഞാനിത് വീഡിയോ ആയിട്ട് ഇടാമെന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ടാണ് ഇടുന്നത് കേട്ടോ. നിങ്ങൾ ചോദിച്ചിട്ടൊന്നുമില്ല, നിങ്ങളൊന്നും ചോദിക്കണേ ഇല്ലല്ലോ. ഞാൻ എത്ര സങ്കടപ്പെടുന്നറിയോ. ശരി ശരി പറയാം. അങ്ങനെ സവാള ഇട്ടു, പച്ചമുളക് ഇട്ടു, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി, ഇതൊക്കെ ഇട്ട് നല്ല ഡിങ്ക് ഡിങ്ക് ഡിങ്കാന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. എങ്ങനെ ഇളക്കണം? നല്ല ഡിങ്ക് 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 ഡിങ്കാന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തുമ്പോൾ അതിനൊരു അങ്ങനെ മണം വരും. മൂക്കൊക്കെ അടച്ചത് കൊണ്ട് കുറച്ച് മണമൊക്കെ കമ്മിയാണ്, എന്നാലും വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ചതച്ച് വെച്ച ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ട് അതിനിട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ വേവിച്ച് വെച്ച് ഉടച്ച് വെച്ചതും ഇതിൻ്റെ കൂടെ ഇട്ട് വീണ്ടും നല്ല ഡിങ്ക് ഡിങ്ക് ഡിങ്കാന്ന് നന്നായിട്ട് ഇളക്കുക കേട്ടോ. ഇളക്കി കുറച്ച് മല്ലിയില ഇട്ടിട്ട് അതിനങ്ങോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നല്ല ചൂട്ടോടെ അത് ഷേപ്പാക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ചൂടാറാൻ വെച്ചാലോ, കുറച്ചാറാൻ വെച്ചു. എന്നിട്ട് അതിനടുത്ത് അതിനൊക്കെ കുറച്ചായിട്ട് ഷേപ്പാക്കി. ഇതൊക്കെ അവളെ ഒറ്റയ്ക്ക് ചെയ്യും കേട്ടോ. ഇതിനൊന്നിനും ഞാൻ കൂടെ പോലും. ഞാൻ പറഞ്ഞില്ല ഇന്നലെ, അവൾ പണി ചെയ്യും, ഞാൻ നോക്കി നിൽക്കും. അതെന്ത് രസമായ പരിപാടിയാണെന്നറിയാം. പിന്നെ ഒന്നാമത് ഈ നച്ചുപിടിച്ച പണിക്കൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. ഈ കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്നത് ഇതിൽ മുക്കി. പക്ഷെ ഒരിക്കൽ കാണിച്ചു കൊടുത്തത് ഞാനാണ്. അതിന് ശേഷം പിന്നെ ഉണ്ടാക്കിയിട്ടില്ല. അവൾ തന്നെ അല്ല ഉണ്ടാക്കണത് കേട്ടോ. മാഷാ അല്ലാ. പിന്നെ എൻ്റെ മകളായതുകൊണ്ട് പറയില്ല, അടിപൊളി ടേസ്റ്റാണ് അവളുടെ കട്ട്ലൈറ്റ് കേട്ടോ. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അങ്ങനെ ഇപ്പോൾ എന്തൊക്കെയൊക്കെ അവിടെ നടന്നല്ലേ ഇടയിൽ. അങ്ങനെ ബ്രെഡിൽ മുക്കി, മുട്ടയിൽ മുക്കി, ആദ്യം മുട്ടയിൽ മുക്കി, പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി, എണ്ണയിലിട്ട് നല്ല വറുത്ത് പൊരിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ പള്ളിക്കഞ്ഞിക്കൊക്കെ ഇത് ഓരോ കടി അങ്ങോട്ട് കടിച്ചാൽ എങ്ങനെ ഉണ്ടാകുമെന്നറിയോ. പിന്നെ ഇത് ഞാനൊരു വെള്ള തുണിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ പേപ്പർ വെച്ചാലും വിഷമാണ് പറയണു, ടിഷ്യൂ വെച്ചാലും വിഷമാണ് പറയണു. വെറുതെ എന്തിന് വിഷം തിന്നാണ്. അപ്പോൾ ഒരു വെള്ള തുണി അങ്ങോട്ട് കീറിച്ചിട്ട് അതിനടുത്ത് വെച്ചു. അപ്പോൾ ബൈ.